അവിടെ നിന്ന് പത്ത് അവിടെ നിന്ന് അവിടെ നിന്ന് പത്ത് അവിടെ നിന്ന് ഏത് ടൈപ്പ് പോത്തുവാണെങ്കിൽ നമ്മളോട് പറയുള്ളത് ചാനലിനോട് പറയാനുള്ളത് തന്നെ ഈ ഐറ്റംസ് പോത്ത് ഉദയത്തിന് വേണ്ടിട്ട് എത്ര പോത്തുവാണെങ്കിലും നമ്മളടുത്ത് റെഡി ഉണ്ട്. 1, 1, 10, 1, 20, 95, 65, 75 ഓൾറെഡി നമ്മളടുത്ത് 100, 110 പോത്തുണ്ട് നമ്മളടുത്ത്. ഇന്നിവിടെ ഞങ്ങൾ 23 പോത്ത് 48 പോത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. 73 പോത്ത് ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മഞ്ചേരി ഇട്ടു. ഇവിടെ ആ വണ്ടിയിൽ നമ്മൾ കൊണ്ടുവന്നു. മലപ്പുറം ചേട്ടക്കര മോണ്ടയിലേക്ക് പോത്തിന്റെ വലയാണ്. നമ്മളെ നമ്പർ എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് വിളിച്ചാൽ മറക്കണ്ട. ഇനിതാ ഇക്കുറിതാ ആദ്യം പറഞ്ഞ പെരുന്നാളിന് അതെ ഇനി പെരുന്നാളിന് വളരെ പെരുന്നാളിന് പോത്ത് കിട്ടിയില്ല ആരും പറയരുത്. ധൈര്യമായിട്ട് ഇതാ മലപ്പുറം മലപ്പുറം ചേട്ടക്കര മോണ്ടയിലേക്ക് വന്നോളൂ. പോത്തിന്റെ വലയാണ്. നമ്മളെ നമ്പർ എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് വിളിച്ചാൽ മറക്കണ്ട. ഇനിതാ ഇക്കുറിതാ ആദ്യം പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇർസാഫ് സലിയോൻ സക്കറിയ, മലപ്പുറം ജില്ല എടക്കര. മലപ്പുറം ജില്ലയിലെ എടക്കര മുണ്ട പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാലത്തിൻ്റെ മേലെ ഇവിടെ അടിപൊളി കാലിച്ചന്തൻ കേട്ടോ, ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ടൈം കുറേ ആയി, ഒരു 4 മണിയായി. ചന്തൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. എന്നാലും കുറച്ച് കാലികളൊക്കെ അവിടെ ഉണ്ടാവും. പെരുന്നാളൊക്കെ അല്ലേ, അടിപൊളി പോത്തുകളൊക്കെ ഉണ്ടാവും. നമുക്കൊന്ന് പോയി നോക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ. ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാം. ആർക്കെങ്കിലും 4 കച്ചവടം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ഇന്നിപ്പോൾ സമയം ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിറച്ച് കാലികളായിരുന്നു, ഒക്കെ പോയതാണ്. ഞാനിന്നിപ്പോൾ എത്തിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. എനിക്ക് സ്ഥലത്തെക്കുറിച്ച് കുറച്ച് മുമ്പേ അറിയാം. കാരണം ഞാനിവിടെ കുറച്ച് വർഷം മുമ്പ് താമസിച്ചതാണ്. ഏകദേശം ഒരു 10 കൊല്ലത്തോളം ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എന്തായാലും ഇവിടെ കണ്ടെന്ന് ഞാൻ വയനാട്ടുകാരനാണ്. വയനാട്ടിലൊന്നും ഞാൻ ഈ ഒരു കാഴ്ച കാണാറില്ല. ഇതിങ്ങോട്ട് നോക്കി നിങ്ങൾ, മനോഹരമായ അടിപൊളി പോത്തുകുട്ടികൾ, അടിപൊളി സംഭവമാണ് കേട്ടോ. ഇവിടെ കേട്ടോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പോത്തുകൾക്ക് റെഡ് കളറ് പറ്റൂല. ചിലപ്പോൾ പണി കിട്ടും. അങ്ങനെയെന്നുണ്ടെങ്കിൽ നേരെ താഴെ എത്തും. അപ്പോൾ അതെന്താ അറിയോ, എൻ്റെ കാര്യം പറഞ്ഞ നമസ്കാരം വിളിക്കും. നിങ്ങളെ കച്ചവടം നടക്കട്ടെ. മൂരികൾ ഞാൻ വയനാട്ടിലാ. ഇങ്ങോട്ട് വരി, വരി രണ്ടാള് വരി. ഇവിടെ ഇപ്പൊ 2 ആള് നിൽക്കുന്നുണ്ട് ഈ ചന്തയില്. ഇവരെ എനിക്കറിയില്ല. എന്തായാലും ഇവരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഇവരെ കണ്ടാലറിയാം ഇവർ 2 പേരും പോത്ത് കച്ചവടക്കാരാണ്. നിങ്ങളെ സൗണ്ട് കിട്ടാനാട്ടോ. നിങ്ങളിവിടെ എല്ലാ ആളാണോ? നിങ്ങളെ പേരെന്താ? കുഞ്ഞിപ്പ അല്ലേ? പേര് അബ്ദുൽ അസീസ് കുഞ്ഞിപ്പ വിളിക്കണം. കുഞ്ഞിപ്പ. നിങ്ങളോ? സംസുദ്ദീൻ കാ? ഇവിടെ തന്നെ അല്ലല്ല, മഞ്ചേരി. അപ്പോൾ കച്ചവടത്തിന് ഇല്ലേ? ഇല്ലേ? എന്നാ ഇതൊന്ന് കാണിച്ചോളി. നിൽക്കുന്ന ഈ കുഞ്ഞിപ്പാക്കാന്റെയാണ്, സംസ്കാരന്റെ പോത്തുകളൊക്കെ കേട്ടോ. സംസ്കാരന്റെ നമ്പർ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് അടിപൊളി പോത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. വലിയ പെരുന്നാളൊക്കെ അല്ലേ? ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര, ഇന്നിപ്പോ നിങ്ങൾ എത്ര പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട്? 48 അല്ലേ? ഇന്ന് രാവിലെ വന്നില്ലേ? ശനിയാഴ്ച ദിവസമാണ് എടക്കര ചന്ത. ശനിയാഴ്ച ദിവസം പുലർച്ചെ മുതലേ ഉണ്ടാവും. അപ്പോൾ സംസ്കാരം 48 പോത്തുകളെയാണ് കൊണ്ടുവന്നത്. ഇന്ന് കച്ചവടമായിട്ടുണ്ടോ? 48 പോത്തുകളെ കൊണ്ടുവന്നിട്ട് 28 പോത്തിനെ ഇന്ന് കച്ചവടമാക്കിയിട്ടുണ്ട്. അപ്പോൾ എടക്കര കാലിക്കച്ചവടത്തിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമ്മളെ ഇടക്കരക്കാരനായ ഈ നാട്ടുകാരനായ മൂപ്പരതാ തോന്നുന്നുണ്ട് ഇവിടെ കാണുന്ന സംഭവം. മൂപ്പര് കാലി ബ്രോക്കർ. ഇവിടെ കാലി ബ്രോക്കർ ഉണ്ട്. മൂപ്പര് നമ്പറും കൊടുക്കാട്ടോ. അപ്പൊ കാലികൾ വേണമെന്നുണ്ടെങ്കിൽ വേണ്ട സാധനങ്ങൾ കിട്ടും. പോത്തുകൾ മാത്രമല്ല, മോരികളുണ്ട് അല്ലേ? നിങ്ങളെ പേരെന്താ? സൈനുദ്ദീൻ. സൈനുദ്ദീൻ ഇവിടെ? സൈനുദ്ദീൻ. നിങ്ങള്? നാസർ. വണ്ടൂര്. വണ്ടൂര്
വണ്ടൂര് മലപ്പുറം ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയാണ് ഇവിടെ കാലികൾ വരിക. കാലിക്കത്തിൽ ഇവിടെ നിറച്ചും കാലികളല്ലേ, ഇവിടെ ഫുള്ളായിട്ട് രാവിലെ 5 മണിക്ക് ആടുകൾ വരും നിറച്ചു. 8 മണിയാകുമ്പോൾ തീരും ആടുകള്. അപ്പൊ ആടുകള് ഞാനെന്തോ ഞാനിപ്പോ ഒരു വയനാട്ടുകാരനാണ്. വയനാട്ടിൽ കണ്ടമാന ചന്തകളൊക്കെ ഇതുപോലൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഇത്രയും ഒരു ഭംഗിയായിട്ടുള്ള ചന്ത ഇത്രയും മനോഹരമായിട്ട്, കാരണം ഓരോ സെക്ഷനായിട്ട് അടിപൊളി പോത്തുകള് അവിടെ, ഇപ്പുറം കാളകള്, മോരി, അങ്ങനെ ആയിട്ട് വേർതിരിച്ച് അത് ഭയങ്കര സംഭവം തന്നെ. ഇപ്പൊ തന്നെ 48 പിന്നെ പോത്തുകളെ കൊടുത്തിട്ട് 28 വലിയ പോത്തുകളൊക്കെ ഉണ്ട്. ഇവരെ തന്നെ ഉണ്ട് പോത്തുകൾ വലിയ. ആയിക്കോട്ടെ. ഇതിപ്പം ഇത് മേടിയം പോത്തുകളാണ്. ഇതുപോലത്തെ മേടിയം പോത്തുകളാണ്. അപ്പൊ ഇത് ഇപ്പൊ നമ്മളിവിടെ കണ്ട തന്നെ അടിപൊളി പോത്തുകളാട്ടോ. അപ്പൊ ഇതിലും വലിയ പോത്തുകൾ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ വീട്ടില് ഏകദേശം എത്ര ഉണ്ട്? അവിടെ 10-30. അപ്പൊ നിങ്ങൾക്ക് 10-30 വീട്ടും പോത്തുകൾ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ മൂപ്പരെ വീട്ടിലുണ്ട്, മേലുണ്ട്. അപ്പൊ വലിയൊരു പോത്ത് കച്ചവടക്കാരനാണ് സംസ്കാർ. അപ്പൊ സംസ്കാരന്റെ നമ്പർ ഞാനിതില് കൊടുക്കും. ഇതാ ഞാനെന്താ അറിയാം, റെഡ് കളർ പ്രശ്നമാണെന്നറിയാം. അപ്പൊ അതാണ് ഇത് കണ്ടോ, ഐറ്റംസ് ഒന്ന് അടിപൊളി. ഒന്ന് സൂം ചെയ്ത് അസൻക കേട്ടില്ലേ, ഇങ്ങോട്ട് നോക്കി മൂപ്പരൊക്കെ സൂം ചെയ്തെടുത്തോളി. കുറച്ച് ലോങ് തന്നെ നല്ല അല്ല സൂം ചെയ്യണ്ട പ്രിയമുള്ളവരെ, ഒരു അടിപൊളി സാധനം കൊണ്ടിതാ ഇവിടെ ഒരാള് നിൽക്കണ്ട്. ഞാൻ മൂപ്പര് പരിചയപ്പെട്ടില്ല. ഞാൻ വന്ന് തോളിൽ കഴിഞ്ഞിട്ട് മൂപ്പര് ചിരിച്ചു. അപ്പൊ വലിയൊരു പ്രശ്നക്കാരനല്ലാന്ന് മനസ്സിലായി. എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളെ പേരെന്താ? എന്റെ പേര് അബ്ദുൽ ബഷീർ. അബ്ദുൽ ബഷീർ. നിങ്ങളെവിടെ? ഞാനിവിടെ ചെറുകുളം പറഞ്ഞ സ്ഥലത്താണ്, കുട്ടിപ്പാറ ചെറുകുളം, ചോലക്കൽ. ഒന്നും കാട്ടില്ല. അല്ലെ റെഡ് കളറ് അത് പ്രശ്നമല്ല. അപ്പൊ മൂപ്പര് വലിയൊരു കാലി കച്ചവടക്കാരനാന്ന് എനിക്ക് മനസ്സിലായി. അതല്ലെങ്കിൽ ഇമാര് സാധനങ്ങൾ അങ്ങനെ പിടിച്ചെടുത്തുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, 1-2 അതല്ല. മാത്രല്ല അവിടെ ഒരു അലാക്കിന്റെ ലോറി കാണുന്നുണ്ട്. നമ്മളെ ലോറിയാണ്. അതിൽ ആന്ധ്രയിൽ നിന്ന് സ്ഥിരമായിട്ട് കന്നു കൊണ്ടുവരുന്നതാണ്. അവിടെ ഒന്ന് അവിടെ കണ്ടില്ലേ, അവിടെ വലിയൊരു ലോറി ഉണ്ട്. ആന്ധ്രയിൽ നിന്നും സ്ഥിരമായിട്ട് കന്ന് കൊണ്ടുവരുന്ന കേരളത്തിലെ ഓരോ ചന്തകളിലേക്കും കന്ന് കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പോ ഇന്ന് നിങ്ങൾ ഏകദേശം എത്ര പോത്തുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? 48 പോത്ത് കൊടുത്തു. 48 പോത്തിനേക്കാണ് ഇന്ന് വന്നത് കേട്ടോ മൂപ്പര്. പിന്നെ വേറെ ഏതാ നിങ്ങളെ പ്രധാനപ്പെട്ട ചന്തകള്? ഞങ്ങൾ ചട്ടിപ്പറമ്പ് ചന്ത, മഞ്ചേരി ചന്ത. ചട്ടിപ്പറമ്പ്, മഞ്ചേരി. നമ്പർ വാങ്ങിയിട്ട് കന്നിന്റെ ഉടമക്കാരെ പോത്ത് എടുക്കണം. ഓലെടുത്തേക്ക് കിട്ടുള്ളൂ. ഒരു പറഞ്ഞിരിക്കത്തിന്റെ യൂട്യൂബിൽ ഞങ്ങള് വണ്ടിയില്ല. നമ്മളിപ്പോ ഇത്രയും നേരം ഇവിടെ കുറച്ച് പോത്തുകളെ കണ്ടു, കുറച്ച് കൂടുതൽ കണ്ടു, പരിചയപ്പെടും ചെയ്തു. അതിന്റെ ഒരു മാർക്കറ്റും ഏകദേശം അറിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ചുറ്റുഭാഗം ഇങ്ങനെ നിറച്ച് കാളകളാട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മൾ ഈ കാളകളെ ഒരു ഏത് ഐറ്റംസിലാണ്, ഏത് സ്ഥലത്ത് നിന്ന് വരുന്ന? ആന്ധ്ര, തമിഴ്നാട്, കർണാടക ആ ഭാഗത്ത് വരുന്ന കാളകളാണ്. ഓക്കെ. ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഭാഗത്ത് വരുന്ന കാളകളാണ്. ഇത് പിന്നെ എല്ലാ ആഴ്ചകളിലും എല്ലാ ആഴ്ചകളും ഉണ്ടാവും അല്ലേ? പെരുന്നാളിന് കൂടുതൽ വരും. പെരുന്നാളിന് കൂടുതൽ. പിന്നെ ഏകദേശം പിന്നെ ഒരു എത്ര മണിയോട് കൂടിയിട്ടാണ് ഈ ചന്ത? രാവിലെ 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങിയാൽ രാവിലെ വൈകുന്നേരം 6 മണി 5 മണി 6 മണി വരെ 6 മണി വരെ നിൽക്കൂലേ? ആൾക്കാർ വരുന്നു, ഒന്നും പോയി നിൽക്കുന്ന ചന്തയാണ്. അപ്പോ വേറൊരു കാര്യം കൂടി, ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ രാവിലെ മുതലാണ് ഇതിന്റെ ഒരു 4 ഇരട്ടി കാളകളും പോത്തുകളും ഇവിടെ ഉണ്ട്, ആടുകളും. ഈ ഫുള്ള് ചന്ത നടക്കും. ഈ ചന്ത ചന്തക്ക് പെരുന്നാളിന്റെ സീസൺ ആകുമ്പോ ഈ ചന്ത ഫുള്ള് നടക്കും. പെരുന്നാൾ സീസണൊക്കെ ആകുമ്പോ ഇത്രയും പ്രദേശത്ത് കാണുന്ന ഇത്രയും സ്ഥലങ്ങളിലെ ഏരിയയിൽ കംപ്ലീറ്റ് കാലികളും പോത്ത് ആട് നിറച്ചായിരിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നിങ്ങളോട്, ഇവിടെ ഈ കാലികളല്ലാതെ ഈ ചന്തയിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു പച്ചക്കറികളോ അല്ലെങ്കിൽ അതിന് വേറെ സെക്ഷൻ ഇപ്പല്ല.
ഇല്ല കുറച്ച് മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് അപ്പുറത്ത് ഒരു പച്ചക്കറി മീൻ ഒക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. പഴയ കാലത്ത് ഒരു 10 കൊല്ലം മുന്നുണ്ടായിരുന്നു. ഇപ്പൊ അല്ല അല്ലേ? എന്നാ ശരി. പേര് സൈനുദ്ദീൻ ഇവിടെ തന്നെ. സൈനുദ്ദീൻ ഇവിടെ തന്നെയാണ് അല്ലേ? ആയിക്കോട്ടെ. നിങ്ങൾ സൈനുദ്ദീൻ നിലവിൽ ഇപ്പൊ ചെയ്യുന്ന ഇത് കച്ചവടക്കാരനല്ലേ? നമ്മളെ ടീമിന്റെ ഒരു 4 ബൂത്ത് കച്ചവടാക്കി, വേറെ ഒരു ടീമിന് ഒരു ബൂത്ത് കച്ചവടാക്കി, ഒരു കാള കച്ചവടാക്കി, അത് 3 ബൂത്ത് കച്ചവടാക്കി. 3 കച്ചവടാക്കിയത് 1,80,000 റുപ്യ 83 റുപ്യ കച്ചവടാക്കി, ഒരു ബൂത്ത് 67 റുപ്യ കച്ചവടാക്കി, ഒരു കാള 75,000 റുപ്യ കച്ചവടാക്കി. വലിയ കച്ചവടം ഞാൻ ചെയ്തിരുന്നു. അതിന് നമുക്ക് 1,500 റുപ്യ നമുക്ക് ബ്രോക്കറേജ് ചെയ്തിട്ട് ആ പൈസ തരുമോ അവര്, അത്രേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ പരിചയപ്പെട്ട വലിയൊരു കച്ചവടക്കാരനെ കേട്ടോ. നമ്മളത് നമ്മളൊക്കെ ഒരു 1-2 ആടിനെ അല്ലെങ്കിൽ ചെറിയൊരു പോത്തിനെ വിട്ടിട്ട് ഞാൻ കച്ചവടക്കാരനാണ് നടക്കുന്നുണ്ട്. ഇത് നോക്കി ഇന്നൊരു ദിവസം മൂപ്പര് കച്ചവടാക്കിയ ഓരോ സാധനത്തിന്റെ പൈസയാണ് ഇത്ര മാർക്കറ്റാന്ന് വരെ പറഞ്ഞു. അപ്പൊ ഹംസാക്ക നല്ലൊരു എക്സ്പീരിയൻസ് കച്ചവടക്കാരനാണ്. ഹംസാക്കാന്റെ നമ്പർ സൈനുദ്ദീഖാന്റെ നമ്പർ ഞാനിത് കൊടുക്കും. എന്തിനറിയോ, നമ്മളെ ഈ പ്രദേശത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാല് മൂപ്പര് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് കച്ചവടം തരും. മൂപ്പര് തുറന്നു പറഞ്ഞു ചെറിയൊരു കമ്മീഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മളെ ഓവർ കമ്മീഷൻ അങ്ങനെ ആളല്ല. 500 തന്നു 500 വാങ്ങും, 1000 വാങ്ങും, അത് കാര്യത്തിലുള്ള ആളാണ്. നമുക്ക് ഓവർ ആൾക്കാരൊക്കെ പീഞ്ഞുകളിലെ കച്ചവടം മാറ്റാം. പോയിക്കോട്ടെ. അത് സാധിക്കില്ല. പറഞ്ഞോളി. നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്? നമ്മളെ ചാനലിനോട് പറയാനുള്ളത് തന്നെ, ഈ ഐറ്റംസ് പോത്ത് ഒതിയത്തിന് വേണ്ടിട്ട് എത്ര പോത്ത് വേണമെങ്കിലും നമ്മളടുത്ത് റെഡി ഉണ്ട്. 1, 1, 10, 1, 20, 95, 65, 75. ഓൾറെഡി നമ്മളടുത്ത് 100, 110 പോത്തുണ്ട് നമ്മളടുത്ത്. ഇന്നിവിടെ ഞങ്ങൾ 23 പോത്ത് 48 പോത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. 73 പോത്ത് ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മഞ്ചേരി ഇട്ടു. ഇവിടെ ആ വണ്ടിയിൽ നമ്മൾ കൊണ്ടുവന്നത്. ഇനി ബാലൻസ് ഉള്ള കന്നിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പർ കന്നിന്റെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. കുടിക്കും പോത്തിനെ നിങ്ങൾ ഇവിടെ കുടിക്ക്, അവിടെ നിന്നോളി നിങ്ങള്. അതിന്റെ പ്രശ്നമല്ല. ഈ പോത്തളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. കൊണ്ടുപോയിക്കോളാം. ഈ കണ്ട പോത്തള ഈ പോത്തളെ ഇത് നമ്മളെ നമ്പർ കൊടുത്തോളി. ആ നമ്പർക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. ഇക്കുറി പെരുന്നാളിന് പോത്ത് കിട്ടിയില്ല ആരും പറയരുത്. ധൈര്യമായിട്ട് ഇതാ മലപ്പുറം എടക്കര മൊണ്ടലേക്ക് വന്നോളൂ. പോത്തിന്റെ വലയാണ്. നമ്മളെ നമ്പർ എഴുതി വെച്ചോളി. നിങ്ങൾക്ക് വിളിച്ചാൽ മറക്കണ്ട. ഇനി ഇതാ ഇക്കുറി പെരുന്നാളിന് അതെ ഇനി പെരുന്നാളിന് വളരെ കുറച്ച് ദിവസമുള്ളൂ. മാത്രമല്ല കേട്ടോ, ഞാനിവിടെ വന്ന് പരിചയപ്പെട്ടപ്പോഴേ ഇവര് വിലയാണെങ്കിൽ ഇവര് പരമാവധി വിട്ടുവീഴ്ചക്കൊക്കെയാണ് തയ്യാറായ പോലെ സംസാരിക്കുന്നത്. സാധാരണ ഒരു കാലി കച്ചവടക്കാരത്ത് തന്നതിന്റെ 1 ലക്ഷം രൂപ 1.10 എത്ര അത് എത്ര ഉള്ളൂ, റെഡിയാണോ, കയറ് പിടിച്ചോ. ഇവര് 1,90,000 നമുക്ക് പാകം പോലെ ചെയ്യാം. അതാണ് ഇവരുടെ ഞാൻ പരിചയപ്പെട്ടത്. എനിക്ക് മനസ്സിലായത് പ്രിയമുള്ളവരെ മറക്കണ്ട, എടക്കര മുണ്ട കാലിച്ചന്തല്ലേ. ഓക്കെ അല്ലേ? എന്നൊരു ഹായ് പറഞ്ഞോളി.